യോ സിദാൻ, റൊബാക്സ്, സ്പെൻസർ, ഡി ടി മാസ്ക് എല്ലാവരും വന്നോ? എടാ നമുക്ക് അങ്ങോട്ട് ഇവിടെ സ്ഥലം ഒട്ടും ഇല്ലാത്തൊരു ഇടം പോകണം. ഉള്ള ആരും പറയാനില്ല. ഇവിടെയാണെങ്കിൽ സ്ഥലമെന്ന് പറഞ്ഞ സംഭവമില്ല. എനിക്ക് റിവേഴ്സ് എടാ ഞാൻ അങ്ങോട്ടൊന്ന് പൊയ്ക്കോട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ഞാൻ ചാറ്റ് നോക്കാം. യുവമാർ തന്നെ ഇപ്പോൾ പറ പിന്നാലെ വരും. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ നിർത്തി പോവുകയാണെങ്കിൽ, ചാറ്റും വായിച്ച് പോവുകയാണെങ്കിൽ എൻ്റെ കൂടർണമാരോടെ ഇടിച്ച് കുയിലോട്ട് പോകും. അതിലൊട്ടപ്പരിടിയില്ലേ, അത് നമ്മൾ കാണിക്കാൻ പാടുണ്ടായില്ലല്ല. അതുകൊണ്ട് ഞാൻ സ്പോട്ടിൽ കറക്റ്റ് എത്തിയതിന് ശേഷം എല്ലാ ചാറ്റും വായിക്കുക, എല്ലാവർക്കും റിപ്ലൈ പരമാവധി തരാം. എടാ പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണടാ ഗൈസേ, ഞാൻ ചിറ്റി റോബോട്ട് അല്ല മുത്തേ, ഞാൻ മനുഷ്യനാണ്. നിങ്ങളിപ്പം ഒരുപാട് പേര് ലൈവ് കാണുന്നുണ്ട്. എടാ മുത്തേ, എടാ ഞാൻ മര്യാദയ്ക്ക് വന്ന എനിക്ക് എടാ നീ കാർ എന്തിനു കൊണ്ട് വന്നതടാ മുത്തേ? എത്തി മാറ്റണ്ടേ മുത്തേ? ഓ എന്തൊക്കെയാണെന്നാണ്. വാമോസ് അർജൻറ്റീന എന്നാ അതെവിടാ? ഒൺലി പോർച്ചുഗൽ ബ്രദർ, ഒൺലി സ്യൂ ബ്രദർ. കയറി വാ ബ്രദർ, എല്ലാവരും വന്നോ ഇങ്ങോട്ട് പോട്ട്. എടാ അതിനിടയിൽ അതുകൊണ്ട് ചിറ്റി റോബോട്ടല്ല, അതുകൊണ്ട് എല്ലാം നമുക്ക് വായിക്കത്തില്ല, മനസ്സിലായില്ലേ? ചിറ്റി റോബോട്ടാണെങ്കിൽ പടപടാന്നെല്ലാം വായിച്ചു. നമ്മൾ മനുഷ്യനല്ലേ മുത്ത, അതുകൊണ്ട് ചില ചാറ്റൊക്കെ മിസ്സായി പോകും. ലൊട്ട അടിക്കില്ലേ മുത്ത, അതിനായി ലൊട്ട പറയല്ലേ. പരമാവധി കാണണമെല്ല നമ്മൾ വായിക്കണുണ്ടേ മുത്തേ, അത് തന്നെ. പിന്നെ ഒരുപാട് ചാറ്റ് വരുമ്പോൾ മിസ്സായി പോകുന്നത് സ്വാഭാവികമല്ലേ എടാ മുത്തേ. എടാ ഇവിടെ ഇനി വല്ലതും ഉണ്ടോ? എടാ ഇത് കണ്ടടാ മുത്തേ, ഈ വണ്ടി കണ്ട. നമ്മളന്ന് ബസ് കയറ്റാൻ നോക്കി, നിങ്ങൾക്ക് ഓർമ്മ വേണ്ട? നമുക്ക് രണ്ടാമത്തെ ഒരു KSRTC ബസ് ഇവിടെ കയറ്റാൻ നോക്കിയാണ്, പാതി പോലും കയറിയില്ല, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു വണ്ടി ഇതേപോലെയാണ്, കയറിയില്ല, ഡ്രിഫ്റ്റ് അടിച്ച് കറങ്ങുന്നത്. അതിൻ്റെ അത് ടയറിൻ്റെ പ്രശ്നമാണ്. എന്നാലിപ്പോൾ കണ്ട റൊണാൾഡോ വണ്ടി ഡിഫറൻറ്റ് മുത്തേ. എടാ നിൽക്കേ ഇവിടെ. പിന്നെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് അടിപൊളി, എനിക്കിതിനേക്കാളും ഒന്നും വരാനില്ല. എടാ അത് ചിലപ്പോൾ നമ്മൾ വേൾഡ് എൻഡായിട്ട് കുഴി പോയില്ലായിരുന്ന, അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയും ഇത്തിരി ഡാമേജ് കൂടിയത് വല്ലതും ആയിരിക്കും മുത്തേ, അതിനാണ് സാധ്യത. എല്ലാം ഇപ്പോൾ കണ്ട എന്ത് വലിയ ഇടി, അത്രയ്ക്ക് ഭയങ്കര ഇടിയൊന്നും ഇടിച്ചില്ല മുത്തേ. അർണവേ വേണ്ട, എൻ്റെ ഉള്ള മോഡൽ റിപ്ലേസ് ആയി പോടാ. അതുകൊണ്ടാണ് ബ്രോ, വേണ്ട ബ്രോ. താങ്ക് യു ബ്രോ, എന്തായാലും തരാൻ നോക്കിയല്ലോ. താങ്ക് യു. എടാ വണ്ടിയുടെ ബാക്ക് മാത്രം നിങ്ങൾ നോക്കാൻ നിൽക്കേണ്ട ഗൈസ്, അത് ചെറുതായിട്ടൊന്ന് ആ വേൾഡൻ്റെ ഹിയർ ലൊട്ട എങ്ങനെയാണ്ട് ഇടിച്ചാണ്. അപ്പോൾ എന്തായാലും മോളിലോട്ട് എത്തട്ട്. എടാ എൻജിൻ ഡാമേജ് ഒന്നും 2 തവണ കാണിക്കണം, എന്ത് ബഗ് അങ്ങനെ വേണോ? നമ്മളെ വണ്ടി മാത്രം എൻജിൻ ഡാമേജ്, ലൊട്ട ഡാമേജ്, ഉണക്ക ബഗ്, വേൾഡൻ്റെ ഇയർ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. വേൾഡൻ്റെ ഇയർ എന്ന് പറഞ്ഞ് എനിക്ക് ചുമ്മാ കാണിക്കും ലൊട്ട. എങ്ങോട്ടെങ്കിലും ഒന്ന് മരിക്ക് പോയി നിന്ന അപ്പം ഓക്കെ. കാറിന് ലോക്കിട്ടില്ല, ആരെങ്കിലും കാറെടുത്ത് പായും മുത്തേ. മെസ്സി കാറാടാ വെക്സേ. മെസ്സി ഇത് എത്ര എസ്സാണോ? 2 എസ്. മെസ്സി കാറത്ത് വന്നടാ, ഞാൻ അത് ശ്രദ്ധിച്ചില്ലടാ മുത്തേ. മെസ്സി റൊണാൾഡോ ഇത് ഫോട്ടോ എടുക്കാൻ നേരത്തെ ഓക്കെയാണ്, ഡബിളിയാണ്. എന്താ മെസ്സിയുടെ കണ്ണെന്താ അങ്ങനെ ഇരിക്കണ? വിഷമിച്ചിരിക്കണമല്ലുണ്ടല്ലേ. ഓക്കെ ബ്രോ, ഓക്കെ. നെക്സ്റ്റ് എൻ്റെ പ്ലേസ് എന്നാ? ഐ ആം എ മെസ്സി ഫാൻ ബ്രദർ. ഓക്കെ ബ്രദർ, ഓക്കേടാ. മെസ്സി ഫാനാടാ മുത്തേ. എടാ റുബെക്സ് മെസ്സി ഫാനേ. മെസ്സി എടാ നമ്മൾ സ്യൂ ആണ് മുത്തേ. എടാ നിങ്ങൾ വേണേൽ പറഞ്ഞു, ഞാൻ സ്യൂ റൊണാൾഡോ മുത്തേ. അത് നമുക്ക് ഓക്കെ. തൽക്കാലം ഞാൻ മെസ്സിയെ ലൊട്ട പറയാനില്ല. റൊണാൾഡോ ബ്രദർ, ഞാൻ റൊണാൾഡോ. വാമോസ് എന്നാ സ്യൂടാ മുത്തേ, സ്യൂ. എടാ വണ്ടി ലൊട്ടേ, വണ്ടി ഫ്രണ്ട് അഴുക്കായി. എല്ലാരും കൊണ്ട്. എടാ ഈ കാറ് കൊള്ളാം അല്ലേ? ഈ കാറ് കൊള്ളാൽ. ഇതാരാ? പോലീസ്. ഇത് മറ്റേ അവൻ. സിദാൻ്റെ ആയിരിക്കും. എടാ ഫോട്ടോ എടുക്കി ലൊട്ട. കീബോർഡല്ല, മറ്റേ ഹൈഡ് ചെയ്യുക. കാരണം എനിക്ക് ഫോട്ടോ വരണില്ല. ആ ലൊട്ടയിൽ കയറി തട്ടി, മനസ്സിലായില്ലേ? ലൊട്ട അടിക്കുന്നത് എന്ത് പരിപാടി എന്നാണ് മുത്തേ. സ്പാം സ്റ്റോപ്പ് എന്നാ? എടാ മോഡറേറ്ററെ, സ്പാമൊക്കെ നടക്കുവാണെങ്കിൽ നീ ഇടപെട് മുത്തേ. നിന്നെ എന്തിനു മോഡറേറ്റർ ആക്കി വെച്ചേക്കണ? മോഡറേറ്ററെ സ്പാം ഇതാക്ക്. ഇത് താ വണ്ടി എന്നാ. ഹായ്. എല്ലാ കാറും കൊള്ളാമല്ല, കേട്ടോ. ഇത് W, ഇത് തീ, മനസ്സിലായില്ലേ? ഈ വണ്ടി തീ. അതേപോലെ തന്നെ മറ്റത്. ഇതൊക്കെ എന്തോടാ മുത്തേ, നമ്മൾ മറ്റില്ല കൊള്ളാല്ലേ ബ്രോ? ഇങ്ങനെയുള്ള മെസ്സി ആൻഡ് റൊണാൾഡോയുടെ ഒക്കെ ഫോട്ടോ എങ്ങനെ ആക്കുക? എടാ അതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലടാ മുത്തേ. ഞാൻ മോഡിഫൈ പരിപാടി വലുതായിട്ട് ചെയ്യാറില്ലാത്ത ഒരാളാണ് മുത്തേ. നീ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചോ, അവന്മാർ പറഞ്ഞു തരും.
അവന്മാർ മെയിനായിട്ട് ഇതിനൊക്കെ നല്ല രീതിയിൽ അറിയുന്നവന്മാരാണ്. എന്നെക്കാളും മുന്നേ ഗെയിമും കളിക്കാൻ തുടങ്ങിയവന്മാരാണ്. അപ്പോൾ അതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എല്ലാം അറിയാം. മുത്തേ നീ ചോദിച്ചവന്മാർ പറഞ്ഞു തരും. ഇരുന്ന് വരയ്ക്കണം ഗായ്സ് എന്നാ. അത് തന്നെ മുത്തേ, അത് ഇത്തിരി ഇതാണ്, മനസ്സിലായില്ല, തമാശ അല്ല, നല്ല ടൈം എടുക്കാൻ പരിപാടിയാണ്. ഇതെന്തേലോട്ടാ എൻ്റെ അർണവേ വേണ്ടടാ. അല്ല അർണവല്ല, ശ്രീരവേ എൻ്റെ ഉണ്ടടാ. മോഡൽ റിപ്ലേസ് ആയി പോടാ. സോറി, സീനില്ല ബ്രദർ, സീനില്ല ബ്രോ. എൻ്റെ പ്ലേസ് താടിക്കാരാ എടാ. എനിക്ക് പൈസ 50 മില്യൺ ആണോ, അതാണ് വേണ്ട. ബട്ട് ഇത് വേൾഡ് സെയിലാണ് മെസ്സി. എന്നാ വേൾഡ് സെയിൽ മെസ്സിക്കാരൊക്കെ ഉണ്ടല്ലേ. ഓക്കെ. റൊണാൾഡോക്കാരെയും കണ്ടിട്ടുണ്ട്. റൊണാൾഡോക്കാരെ എനിക്കറിയാം, 2-3 ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മെസ്സിക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഓ കൊള്ളാല്ലേ. അവിടെ ഇതൊക്കെ ചെയ്യണമാര് റിയലി ഡബ്ല്യു ആണ് കേട്ടോ, സത്യം പറയല്ല. അത് കയ്യടി അറിയിക്കണ്ട. ഇതൊക്കെ ഭയങ്കര വർക്കാണ്, ഭയങ്കര ഇതുണ്ട്, ക്രിയേറ്റിവിറ്റിയാണ് ഇത് ചെയ്യണമെങ്കിൽ. അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ബുക്കി പേപ്പറിൽ പടം വരയ്ക്കണേക്കാളും പാടാണ്. അതും പാട് തന്നെ. എന്നാലും ഇത് ഇത്തിരി കൂടെ മനസ്സിലായില്ലേ. ഇതിലേക്ക് നമുക്ക് നോക്കാം. എനിക്ക് ഭയങ്കര പാടാണ്, ഞാൻ ചെയ്തിട്ടില്ല. വളരെ മോഡിഫിക്കേഷൻ പരിപാടി ഞാൻ ചെയ്യാറില്ല. ഓ ഇത് തീയെന്ന്, ഇത് ഫോട്ടോ എടുക്കണം. എൻ്റെ പൊന്നോ, തീപ്പൊരി ആയിരിക്കും. ബ്രസീൽ വെർഷൻ എന്നാ. ഓക്കേടാ. ബ്രസീൽ വെർഷൻ സെർവറൊക്കെ മാറ്റിയിട്ട് മനസ്സിലായില്ലേ. അങ്ങനെ സെറ്റാക്കി. ഓക്കെ എടാ, വണ്ടി ഒന്ന് മാറ്റിയാണ്ടാ മുത്തേ. ഫോട്ടോ സെറ്റാക്കാം. ഇല്ല സിദാനെ ഇല്ലെന്ന്. അത് അവന്മാർ സംസാരിക്കണം ഗൈസ്, അവന്മാർ സംസാരിക്കണം. ഓ മുത്തേ, ഇതൊക്കെ തമ്പിലിടുമ്പോൾ എൻ്റെ പൊന്നോ, എനിക്ക് എൻ്റെ പൊന്നും പറയാതിരിക്കാൻ തീയായിരിക്കും അല്ലേ. ഇത്രയും കാറൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്. ഓ മുത്തേ, നീ ബസ്സും കൂടെ കൊണ്ടുവരണം. നൈസറാ മുത്തേ, നൈസ് കേട്ടാ. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാടാ, ആ ഒരു ഇത് അറിയാടാ. ഫോട്ടോ എടുക്കാൻ നേരത്തെ ഇന്ന കാർ ഇവിടെ കിടക്കണം, ആ ഒരു രീതിയിലുള്ള അത് വായുണ്ട് കേട്ടോ. നമ്മൾ ആര്യം പറയാല്ലേ. മിന്നൽ ഷിബു ആണ്ട് ഫ്രണ്ട്സ് എടാ. മിന്നൽ ഷിബു എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ മുത്തേ. ഇതൊക്കെ ആരാണ് മിന്നൽ ഷിബു ഒക്കെ? നമ്മൾ ഫ്രണ്ട് ലിമിറ്റ് ആയി പോയല്ലേ, പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളവന്മാരെ ചിലപ്പം മനസ്സിലായില്ലേ, ഫ്രണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫ്രണ്ടാകാം ഷിബു. നമുക്ക് നോക്കാം. നീ ലൈവിലൊക്കെ ആക്റ്റീവായിട്ട് വന്ന് നിൽക്കും മുത്തേ, ഫ്രണ്ടാക്കാം. എടാ മെസ്സിക്കാർ കൊള്ളാം അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ മെസ്സി, റൊണാൾഡോ, ഡബ്ല്യു അത്രയും പറഞ്ഞു. നിങ്ങൾ ഷിബു ആയിരിക്കും അതന്നെ. റെഡ് ഫോക്സ് നോക്ക്. എന്തിനു നോക്കാൻ? റെഡ് ഫോക്സ് നോക്ക്. ലൊട്ട തെണ്ടി നോക്കുന്ന. ഞാനേ സമയമില്ലാത്ത സമയത്തൊന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാമോടാ ലൊട്ട പരിപാടി മുത്തേ. മുത്തേ, എനിക്ക് ഇതിനൊന്നും സമയമില്ല ഗൈസ്. ഓൾറെഡി കണ്ട ഇത്രയും തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ നിൽക്കണം. അതിനിടയിൽ ഇവനൊക്കെ വന്നിട്ട് ലൊട്ട പറയുമ്പോൾ ഞാൻ അത് കേട്ടോണ്ടിരിക്കാം. പിന്നെ നെക്സ്റ്റ് കിക്ക് മുത്തേ. നമ്മൾ പണ്ടൊക്കെ എണത്തി കൂടെ നിങ്ങൾക്ക് കുറച്ച് മുമ്പുള്ള സ്ട്രീമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ മാക്സിമം സ്ട്രീമിൽ ലൈവിൽ ഒരു തവണ വാണിംഗ് കൊടുക്കും മുത്തേ. ഇത്തവണ നമ്മളങ്ങനെ വാണിംഗ് ലൊട്ട എന്നും കൊടുക്കില്ല. എന്തെങ്കിലും ലൊട്ട ലൈവ് പറഞ്ഞ റൂമിൽ പറഞ്ഞാൽ മുത്തേ, ലൈവ് പറഞ്ഞ മറ്റേ അവന്മാരെ നോക്കിക്കോളും, മോഡറേറ്റേഴ്സ് നോക്കിക്കോളും. റൂമിൽ പറഞ്ഞാൽ റെഡ് ബോക്സ് നോക്കിക്കോളും മുത്തേ. നിനക്കൊന്ന് വാണിംഗ് തരാൻ എനിക്ക് സമയമില്ലടാ മുത്തേ, സോറി മുത്തേ. എന്തെങ്കിലും പറ, അടുത്ത സെക്കൻഡ് കിക്കാക്കും. ആട്ടോബാക്കായ ഇല്ലല്ല. ഇല്ല. എന്തെല്ലാം ബഗ് ഇത് കണ്ടാ. ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് കിടന്ന സീനായി എല്ലാം. ഡബ്ല്യു ഫോട്ടോ കിട്ടി മുത്തേ. സീരിയസ്ലി ഡബ്ല്യു ഫോട്ടോ ഇടാ, കാര്യം പറയാലോ മുത്തേ. ബ്രോ പാസ് ഉണ്ടോ? എടാ പാസ് ഉണ്ട്, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാ മുത്തേ, നോക്കി അറിയാം. മറ്റോ എന്തെങ്കിലും ക്രിമിനൽ 18 പേര് നമ്മളെ റൂമിൽ മുത്തേ. സീരിയസ്ലി ഒരുപാട് സന്തോഷം ഗൈസ്. സീരിയസ്ലി ഞാൻ ചുമ്മാ ലൊട്ട അടിക്കണല്ലേ. നിങ്ങൾ ഈ ലൈവ് കാണാൻ വന്നതാണെങ്കിൽ ലൈക്കൊക്കെ അടിക്കണമെങ്കിലും സബ് ചെയ്യണമെങ്കിലും റൂമിൽ വന്നതാണെങ്കിലും എല്ലാത്തിനും എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ അടുത്ത് കണ്ടാ. മെസ്സി ആൻഡ് റൊണാൾഡോ ബാക്കിൽ ബെൻസ് തന്നെ കണ്ട് ഞാനൊരു ബ്രസീൽ കാറ് വർക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ ബ്രോ സബ്സ്ക്രൈബർ തുപ്പൂന്നാ. മനസ്സിലായിടാ എന്ത് പ്രദേശ മനസ്സിലായില്ല. കൊണ്ടുപോവാ. ഗ്രാഫിക്സേ ഇല്ല. നീ ഇത്തവണ കുറഞ്ഞില്ലല്ലോ മുത്തേ. അപ്പം നിനക്ക് എന്നോട് ലാസ്റ്റ് സ്നേഹമുള്ള ആളും കൂടെയാണ് കേട്ടാ. ഓക്കെ
വെയിറ്റ് ഗൈസ്. ഓ എടാ സബ് കൗണ്ട് എന്താ കൂടാത്ത ഗൈസ്? വ്യൂസ് ഉണ്ടാ, സബ് കൂടല്ലടാ. സബ് 3-4 കൂടി. ഇതെന്തിലൊട്ടാ ഇത്ര വാച്ചിങ് ഉണ്ടായിട്ട് സബ് കൗണ്ട് എന്തിങ്ങനെ ഇരിക്കണ ഗൈസ്? എടാ അതെന്ത് പരിപാടി ഗൈസ്? സീരിയസ്ലി അതെന്തിലൊട്ട പരിപാടി ഗൈസ്? സീരിയസ്ലി ബ്രോ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള ചാനൽ ഏതാണെന്ന് എനിക്കറിയാവുന്ന. ഓ അത് നോക്കാൻ പറയല്ലോ മുത്തേ, നോക്കിയാൽ മതി, അതിന് കാണാൻ പറ്റും. ഓക്കെ എടാ ഫ്രീ ഫയറിൻ്റെ ഒരു ചാനലാണെങ്കിൽ സബ് കൂടുതൽ 5.2K സബ് ഉണ്ട്. ആ ചാനൽ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അത് നിർത്തിയടാ, ഫ്രീ ഫയർ ഞാൻ നിർത്തി. അപ്പോൾ ആ ചാനലിനി ഒന്നും കാണൂല, മനസ്സിലായില്ലേ? മെയിനായിട്ട് ഈ ചാനലാണ് ആട്ടോ ബാക്ക് ഹൂയി. ഓക്കെ ബിഗ് ഫാൻ. താങ്ക് യു ബിഗ് ഫാനാണ്. പിന്നെ താങ്ക് യു എന്ന് പറയാൻ പറഞ്ഞു. ബിഗ് ഫാൻ താങ്ക്സ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം, അതാണ് എൻ്റെ ഇഷ്ടം. പക്ഷേ നോക്കാം ആര് നോക്കാൻ. എൻ്റെ പുനോ മറ്റേ ട്രേഡിന് പോണ പോലെ ഉണ്ടല്ലേ? ട്രേഡിന് മറ്റേ ഇംഗ്ലീഷുകാരന്മാർ റൂമിൽ കയറാൻ പോലുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. തിക്കി തിരക്കായിട്ട് ശ്വാസം പോലും അങ്ങനല്ല, അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കണ, മനസ്സിലായി? അതുപോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുന്നില്ല. എടാ എൻ്റെ ആ മോഡലുണ്ട്. റിപ്ലേസ് ആയി പോടാ ബാംബു. മോഡലുണ്ട്, റിപ്ലേസ് ആയി പോകും. അതുകൊണ്ടാണ്. നൈസല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും പേർക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. കാരണം ഇവിടെ സ്പോട്ട് നല്ല സ്ഥലമുണ്ട്. ഞാൻ വരട്ടെ? കയറി വന്നോ ബ്രോ? ഫ്രണ്ട് ആക്കൂ. ഹലോ ബ്രോ, ഏതാ സെർവർ? ഫ്രണ്ട് നീ കയറി വേടാ മുത്തേ, നീ കയറി വാ. സെർവർ ഇന്ത്യ. ഇവിടെ എല്ലാവരും കൂടെ വന്നപ്പോൾ തീ കേട്ടോ, ഉള്ള കാര്യം പറയൽ. എടാ ഇനി അവിടെ പോവാം. ഈ സ്പോട്ടിങ് ആയിട്ട് വൈകിട്ട് പോവാം. ഇവിടുത്തെ സ്ഥലം കുറവാണ്, അതിനനുസരിച്ച് നോക്കുമ്പോൾ. മിന്നലെ എടാ ഗൈസ് അവനെ ഫ്രണ്ട് ആക്കണോ ഗൈസ്? എടാ ഗൈസ് നമ്മളെ ചാറ്റിൽ ഒരു 5 പേര് പറഞ്ഞ് അവനെ ഫ്രണ്ട് ആക്കാം. ഓക്കെ അത് തന്നെ 5 പേര് പറഞ്ഞ് മിന്നലിനെ ഫ്രണ്ട് ആക്കാമെന്ന് പറഞ്ഞ് 5 പേര് ഫ്രണ്ട് ആക്കാൻ പറഞ്ഞ് ആക്കാടാ. ഓക്കെ ഗൈസ്. എല്ലാവരും വാ. വണ്ടി ഇതാക്കാൻ നിൽക്കണ്ടാ. വണ്ടീന് കഴിയണമെങ്കിൽ അങ്ങ് അത്രയും ഇറങ്ങി പോകണം. അതുകൊണ്ടാണ്. ഓക്കെ എന്തായാലും അങ്ങ് കുറച്ച് താഴെ പോവാം. നോക്കാം. അത് തന്നെ എന്തായാലും വാ. അത് തന്നെ വാ. ഓ ലൊട്ട ഇടിക്കൽ. ഓ വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നുണ്ട്, അതാണ് പെട്ടെന്ന് പോയായിരുന്നു. കുഴപ്പമില്ല, ഇവിടെ കൂടെ ഇറങ്ങാം. അത് തന്നെ ഇവിടെ കൂടെ ഇറങ്ങാം. ഗൈസ് ചാറ്റ് വായിക്കാം കേട്ടോ ഗൈസ്. ഞാൻ അങ്ങ് വണ്ടി ഓടിക്കാൻ നമുക്ക് ശ്രദ്ധ തിരിയായിരിക്കട്ടോ. ഓക്കെ അതിന് അതുകൊണ്ട് തൽക്കാലം വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കട്ട്. ചാറ്റൊക്കെ വായിക്കാം. ഇങ്ങനെ പോവാം. മറ്റേ ആകുമ്പോൾ വണ്ടി ഒരുമാതിരി ഇടിച്ച് ചളിങ്ങിയിരിക്കണാകുമ്പോൾ ഒരുമാതിരി ലൊട്ട അടിക്കണം. അതുകൊണ്ടാണ്. ഓ എന്തൊരു ഡ്രൈവിങ് മുത്തേ. റുബെക്സ് ഡിസ്കണക്റ്റഡ്. റുബെക്സ് ഏതാ? മറ്റേ ബ്രസീലിയൻ കാറാ. ബ്രസീലിയൻ വർക്ക് ഏതാ ഉണ്ടെന്ന് പറയാനായിട്ടായിരുന്നു മുത്തേ. അവൻ കൊണ്ടുവരട്ടെ. നോക്കാം.